ബോംബെയിൽ പോകണമെന്ന് പറഞ്ഞു. അതായത് ബോംബെയിൽ പിന്നെ അവരൊരു സ്കൂളിൽ, ബോംബെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മാത്രം കൃത്യമായിട്ട് അറിയാമെന്ന് പറയാൻ കാരണമുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടായതും പീഡനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങിയതും. കാരണം എന്നെ ഇത്രയും മാത്രം ദ്രോഹിച്ച ഒരു സ്ത്രീ, അവർ ഈ ദൈവത്തിനാണ്. എനിക്ക് അവരുടെ വീടറിയില്ല. കാരണം പിന്നെ അവരുടെ ഭർത്താവിൻ്റെ വീട് ചെങ്ങന്നൂരാണെന്ന് എനിക്കറിയാം. ചെങ്ങന്നൂരാണ്. അവർ ബോംബെയിലാണ്. അവർ സ്കൂളിൽ ടീച്ചറാണ്. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അവർക്കിടെ ഒരു മകള്, പിന്നെ രണ്ടാമത് ഗർഭിണിയാണ്. ആ ഗർഭിണി ആവുന്നതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയത്. അതായത് അവരുടെ രണ്ടാമത്തെ മൂത്ത കൊച്ചിനെ നോക്കാൻ വേണ്ടി. അവൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്, ചെറിയ കുട്ടിയാണ്. അവളെന്തോ 1-ലോ 2-ലോ 3-ലോ കണ്ട പഠിക്കുക. പക്ഷേ മഹ സാധനപ്പെട്ടൊരു മോളാണ്. അവളെ പറയുമ്പം പറയാനാണെങ്കിൽ ഇത്രയും അസൂയയും കുശുമ്പും പിടിച്ചൊരു പെങ്കൊച്ചിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ പ്രായത്തിൽ. അത്ര പന്ന കൊച്ചാണ്. അവിടെ എന്നെ ഇതുപോലെ എനിക്കത് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട്, സ്കൂളിൽ പോകുന്നതുകൊണ്ട് ലീവിന്, സ്കൂളിൽ വെക്കേഷൻ ടൈമിലാണ് എന്നോട് വന്ന് പറഞ്ഞത്, പിന്നെ അമ്മായി വന്ന് പറഞ്ഞത്, പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, പിന്നെ ചെങ്ങന്നൂരുള്ളതാണ്. അപ്പോൾ അവരുടെ പിന്നെ അവർ ഫാമിലി ബോംബെയിലാണുള്ളത്. അവർ സ്കൂളിൽ ടീച്ചറാണ്. അയാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഏതോ ജോലിയിലാണ്, പുള്ളി ഓഫീസറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവരിപ്പോൾ ഗർഭിണിയാണ്, പ്രസവ സമയം ആവാറായി. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആൾ വേണം. അതുകൊണ്ട് മോളെന്തായാലും ഇവിടെ ഇരിക്കുമല്ലേ, വെക്കേഷൻ ടൈം, അത് കഴിയുമ്പോൾ തിരിച്ചു പോരാ എന്ന് പറഞ്ഞു. ഒരു 3 മാസം നിന്നിട്ട് തിരിച്ചു പോരാ, സ്കൂളിൽ പിന്നെ വന്ന് കയറാൻ തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ തളർന്ന് കിടക്കുക. നല്ല സുഖമില്ലാതായി. ഈ പറഞ്ഞതുപോലെ പണ്ട് വലിയ ആനയുണ്ട് അമ്മാനിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ കാലത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക്. അമ്മയുടെ പിടിപ്പേട് കൊണ്ട് പിന്നെ നാട്ടുകാർ സ്വത്തുക്കളെല്ലാം കൊണ്ടുപോയി. കാരണം എൻ്റെ അമ്മയുടെ ആങ്ങളമാർ തന്നെ അമ്മയും കൊണ്ട് കൈയെഴുത്ത് ഇടിപ്പിച്ചിട്ട്, അമ്മയ്ക്ക് പഠിപ്പ് കുറവില്ലാത്തതുകൊണ്ട് കൈയെഴുത്ത് ഇടിപ്പിച്ചിട്ട്, അമ്മ ഏതാണ്ട് 7-ാം ക്ലാസ് വരെ 5-ാം ക്ലാസ് വരെ കണ്ടു പോയിട്ടുള്ളൂ. പക്ഷേ വായിക്കും, എന്നാലും വലിയ വിവരമില്ല, ബോധമില്ല. അപ്പം ആ സമയത്ത് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിടെന്നും പറഞ്ഞിട്ട് അമ്മയും കൊണ്ട് ഒപ്പിടിപ്പിച്ച് ആങ്ങളമാരെല്ലാം കൊണ്ടുപോയി. അന്നത്തെ കാലത്തിൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അന്ന് പണ്ടത്തെ കാലത്തിൽ പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള പരിസരത്തുള്ള എല്ലാ വീട്ടിലും എല്ലാ ക്രിസ്ത്യാനികളും വളരെ മോശമായി ജീവിച്ച ഒരു കാലഘട്ടമുണ്ട്. ആർക്കും ഒന്നുമില്ലാത്ത ഒരു ഭക്ഷണം. അവിടെയുള്ള പിള്ളേരെല്ലാം എൻ്റെ അമ്മ അവിടെ ചീനി, ഞങ്ങൾക്ക് അന്ന് മരച്ചീനി പറമ്പെല്ലാം ഉണ്ടായതുകൊണ്ട് ഇഷ്ടംപോലെ മരച്ചീനി, ഇറുങ്കെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈ മലര് പോലെ ഇരിക്കുന്ന, അത് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. ആടുണ്ടായിരുന്നു, 10-300 ആട്, പശു, പിന്നെ കൃഷി, ഇതെല്ലാം ഞങ്ങളുടെ അമ്മ എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മൂമ്മ ഏതാണ്ട് എൻ്റെ അമ്മയുടെ അമ്മ ഭയങ്കര കൃഷിക്കാരി, പണ്ടത്തെ ഭയങ്കര ഒരു വലിയ വീട്ടിലെ സ്ത്രീയായിരുന്നു എൻ്റെ അമ്മൂമ്മ. എൻ്റെ അപ്പൂപ്പൻ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്. മോഷ്ടിച്ചുകൊണ്ട് എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ മന്ത്രവാദിയായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. അന്നത്തെ കാലത്തിൽ മന്ത്രവാദി ഉണ്ടായിരുന്നു. എന്തോ പണ്ടുള്ളവർ പറയുമല്ലോ, ചുട്ട കോഴി പറപ്പിക്കാന്ന് പറയുന്നത്, പറപ്പിക്കുകയൊക്കെ ഒരു ആളായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ അമ്മൂമ്മ ഒന്നാമത്തെ ക്രിസ്ത്യാനിയാണ്. അമ്മൂമ്മ ഇങ്ങനെ ചെറുവക്കയെന്ന് പറയുന്നൊരു ഏതൊരു സ്ഥലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം പോകുന്ന വഴിക്ക് എൻ്റെ അപ്പൂപ്പൻ നല്ല കറുത്തൊരെ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്കിൽ ഈ മനുഷ്യനെ കണ്ടിട്ട് രാവിലെ എന്നിട്ട് ഈ അമ്മൂമ്മ, എൻ്റെ അമ്മയുടെ അമ്മ എന്തോ കളിയാക്കി ചിരിച്ചു. അപ്പൂപ്പൻ പറഞ്ഞു, നീ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട്, അപ്പൂപ്പൻ വേറൊരു ജോലിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത് നിൽക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് എന്തോ പറഞ്ഞിട്ട് പോയത്. ആ അമ്മൂമ്മ തിരിച്ച് അപ്പൂപ്പൻ വരുന്ന സമയത്ത് വരയ്ക്കും ഈ അപ്പൂമ്മയ്ക്ക് ബോധമല്ല, അവിടെ തന്നെ നിന്നെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, എൻ്റെ അമ്മൂമ്മ കഥ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അപ്പൂപ്പൻ എന്ത് ചെയ്തു, അവരെ തോളത്തെടുത്തിട്ടുണ്ട്, അവരെ എടുത്തുകൊണ്ട് ഇത് മാറ്റിയിട്ട് എടുത്ത് മയക്കി കൊണ്ടുപോരുക എന്നാണ് പറഞ്ഞത്. അത് രണ്ടാമത്തെ കല്യാണം കഴിച്ച എൻ്റെ അമ്മൂമ്മ. അപ്പൂപ്പൻ ആദ്യത്തതിൽ കുറച്ച് മക്കളൊക്കെ ഉണ്ട്. ആ മക്കളമാരെ എൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞവർ എൻ്റെ അമ്മൂമ്മ ഏതാണ്ട് 12 മക്കളെ പ്രസവിച്ചു. എൻ്റെ അപ്പൂപ്പൻ്റെ ആദ്യത്തെ ഭാര്യകളും ഇതേപോലെ 12 പേരെ പ്രസവിച്ചു. എൻ്റെ അമ്മൂമ്മയും 12 പേരെ പ്രസവിച്ചു. പക്ഷേ 12 പേരിൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്തോ ഇങ്ങാരെന്തോ ചെയ്തിട്ട് മെൻ്റലിൽ എന്തോ പ്രശ്നമായോണ്ട്
എൻ്റെ അമ്മൂമ്മ എന്താണെന്നറിയത്തില്ല, ഈ 12 പേരിലെ 10 പേരും മരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ 2 പേര് മാത്രമേ ജീവനോടുള്ളൂ. അതിൽ പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളെയും മരിച്ചു. പിന്നെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അതിൽ ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും പക്ഷേ ഇവരുടെ ആദ്യ കുടിയിലുള്ള ആൾക്കാരുമായിട്ടും സഹോദരങ്ങളായിട്ടൊക്കെ എൻ്റെ അമ്മ ഭയങ്കര അങ്ങനെ എൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്തുക്കളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ അമ്മൂമ്മയുടെ സ്വത്ത് കിടക്കുന്നുണ്ട്. ഇവന്മാരെല്ലാം കൂടെ കൂടിയിട്ട് അമ്മയെ സോപ്പിട്ട് പിടിച്ച് സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങി ഇങ്ങനെ പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഞാൻ ഈ ഗതിയിലാവേണ്ട കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോഴൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതും ജനിച്ചതിന് ശേഷമുള്ള കാര്യം കൂടാണ്. അപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ എല്ലാവരും എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി എൻ്റെ അമ്മ ഏതാണ്ട് 7 പേരാണ്. ഞങ്ങൾ 7 8 പേരെ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ 5 പേരെ ജീവനോടെ ഉള്ളു. അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഞാൻ 7ാമത്തെ പുത്രിയാണ്. ഞാൻ 7ാമത്തെ ആളാണ്. 8ാമത് എൻ്റെ അനിയത്തിയാണ്. അപ്പം അതിൽ 3 പേര് മരിച്ചുപോയി, 5 പേര് മാത്രമേ ഞാൻ ജീവനോടുള്ളൂ. ഇപ്പം ഒരാളും മരിച്ചുപോയി, എൻ്റെ ബ്രദറും മരിച്ചുപോയി. അപ്പം ഞങ്ങളിപ്പോൾ 4 പേരേ ഉള്ളൂ. എൻ്റെ അറിവിൽ, എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഉള്ളത് 5 പേരാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരെന്നേ പറയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുത്തവരൊക്കെ മരിച്ചവരാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മകനും ഞാനും ഒരേ പ്രായമാണ്. ചേച്ചിയുടെ പാല് കുടിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ അന്നത്തെ കാലമാണേ. എൻ്റെ ചേച്ചിക്ക് ഏതാണ്ട് 12 വയസ്സിൽ അന്നത്തെ കാലത്തിൽ പുടവ കൊടുത്ത് കൊണ്ടുപോയെന്നും ട്രിവാൻഡ്രത്തുള്ള ഒരാൾ കെട്ടിക്കൊണ്ടുപോയിരുന്നു. അതിൽ അവിടെ ചെന്ന് 2 വർഷം കഴിഞ്ഞാൽ ചേച്ചി പ്രായമായിരുന്നു. അതിനുശേഷമാണ് മോൻ ജനിച്ചത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തെ ഗർഭിണിയായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെ എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയുടെ പാല് കുടിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോനും ഞാനും ഏകദേശം 6 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എത്രയോ വയസ്സ് വരെ എൻ്റെ അമ്മയുടെ പാല് കുടിച്ചു ഞാൻ. അപ്പം ചേച്ചി അത് കഴിഞ്ഞ് ചേച്ചി നമ്മുടെ വീട്ടിൽ വന്ന് അവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് അവർ പുള്ളിക്കാരൻ ഭയങ്കര അടിയും ഭയങ്കര ഉപദ്രവിയാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്. അങ്ങനെ പുള്ളിക്കാരൻ തിരിച്ച് നാട്ടിൽ വന്നു. നമ്മുടെ അവിടെ തന്നെ സ്ഥലം കൊടുത്തു. ചേച്ചിക്ക് 10-20 സെൻറ്റ് സ്ഥലം കൊടുത്തു. ചേച്ചി അതിൽ വീട് വെച്ചു, അവിടെ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ ചേച്ചിക്ക് മെൻ്റലി പ്രോബ്ലം വന്നു. ചേച്ചി എൻ്റെ ഈ പറഞ്ഞ എൻ്റെ അമ്മയുടെ ആങ്ങള സ്വത്ത് വാങ്ങി എഴുതിയിട്ട് മകളെ കൊണ്ട് കെട്ടിക്കാതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മാമൻ അമ്മതെ കെട്ടിക്കാതെ പറഞ്ഞാണ് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ആ സമയത്ത് കൊല്ലത്ത് ഞങ്ങളുടെ ഒരു മാമൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി പോയി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഈ മാമൻ എന്ത് ചെയ്ത് മകനെ വേറൊരുത്തേയും കൊണ്ട് കെട്ടിപ്പിച്ചപ്പോൾ ഇതറിഞ്ഞ് ചേച്ചിക്ക് വീട്ടിൽ അവിടെ കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞ് ഷോക്കായിട്ട് ചേച്ചി മെൻ്റലിന് പ്രശ്നമായി. മെൻ്റലായി. അങ്ങനെ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ചെറിയ പ്രായം തൊട്ടേ അവർ പ്രേമത്തിലായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് മെൻ്റലായി. അതും സുന്ദരി എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ചേച്ചി. മുടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മുടിയില്ല, കാരണം എനിക്കുണ്ടായിരുന്നു മുടി. അതിൻ്റെ കഥ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ഈ മുടി ഇങ്ങനെ വളർന്നിങ്ങനെ മുട്ടിൻ്റെ അവിടെ നിന്ന് താഴെ വരയ്ക്കും ഉണ്ട് മുടി. ഞങ്ങളുടെ അവിടുത്തെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് എൻ്റെ ചേച്ചിക്ക്. മൂത്ത ചേച്ചിക്ക് മുടിയുണ്ട്, 2ാമത്തെ ചേച്ചിക്ക് മുടിയുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും മുടിയുണ്ട്. ആ സമയത്താണ് ചേച്ചിക്ക് മെൻ്റലായി. ചേച്ചിയെ അസുഖം വന്ന സമയത്താണ് കുറേ സ്ഥലങ്ങൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് അമ്മ വിറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്ത് അങ്ങനെ പുനലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ചേച്ചി അന്നൊക്കെ ഞാൻ അന്ന് ഞാൻ മാന്നാറിൽ ഈ പറഞ്ഞ ജോലി സ്ഥലത്തൊന്നും അല്ല, ഞാൻ ഒരു 3 വയസ്സ്, എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്താണ് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, ചേച്ചിയെ പിന്നെ വേറെ വഴിയില്ല. അപ്പം പ്രേമിച്ചിട്ടാണല്ലോ ചേച്ചിക്ക് മെൻ്റലി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പം ജീവിതത്തിലേക്ക് ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മ അവിടെ ഇതേപോലെ ഇരിക്കുന്ന കമ്പൗണ്ടറിനെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് എൻ്റെ അമ്മ. അയാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെ പിന്നെ സ്വത്ത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് 10-12 സെൻറ്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുത്ത് പിന്നെ കുറച്ച് സ്ഥലം വിറ്റു. അങ്ങനെയൊക്കെ ചെയ്ത് അയാളെ കല്യാണം കഴിപ്പിച്ചു. എന്തായാലും കെട്ടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ഗർഭിണിയായി. അപ്പം വലിയ കുഴപ്പമില്ല. എങ്കിലും ഇന്നും ഈ നിമിഷം വരെ ചേച്ചിയെ പൊന്നുപോലെ നോക്കില്ല. സ്വത്ത് കുറേ സ്ഥലങ്ങളും അതും ഇതൊക്കെ കൊടുത്തെങ്കിലും അത് അവർ വിറ്റു, വേറെ പാർട്ടിക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിക്ക് ഞങ്ങൾക്ക് ഓഹരി തിരിക്കുമ്പം
പിന്നെ ലാസ്റ്റ് എല്ലാം വിറ്റ് ഒരു ഏക്കർ 80 സെൻറ്റ് ഭൂമി വിറ്റ് ലാസ്റ്റ് വന്നത് 20 സെൻറ്റ് 23 സെൻറ്റാണ് നമുക്ക് ലാസ്റ്റ് വന്നത്. അപ്പോൾ ഈ 5 പേരുള്ളത് 5 പേർക്കും തുല്യ അവകാശം. കാരണം അതിനിടയിൽ അമ്മ മരിച്ചു പോയല്ലോ. തുല്യ അവകാശം കൊടുക്കണം എല്ലാവർക്കും. ഈ തുല്യ അവകാശം കൊടുക്കുമ്പോൾ ഈ മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചിക്ക് കൊടുത്തതൊന്നും ഗോവിന്ദ. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ആങ്ങൾ എന്ത് ചെയ്തു, അവൾക്കും കൊടുത്തു, ഞങ്ങൾക്കെല്ലാവർക്കും. അപ്പം ഞങ്ങളൊന്നും മേജറായിട്ടില്ല. അപ്പോൾ സ്ഥലം ഇത് ചെയ്യാൻ പറ്റില്ല, എന്ത് പ്രമാണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ